नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 70. ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ. പേജ് നമ്പർ 695. ഹസ്തിനപുരത്തിലെ വീഥികൾ, തെരുവുകൾ, ഇടവഴികൾ എന്നിവയിലെല്ലാം ലഹരി പിടിപ്പിച്ച ആനകളുടെ തുമ്പിക്കൈയിലൂടെ സുഗന്ധജലം തളിച്ചിരുന്നു. നഗരത്തിൻ്റെ ഭാഗങ്ങളിൽ വർണ്ണാഭമായ കൊടികളും തോരണങ്ങളും കൊണ്ട് വീടുകളും തെരുവുകളും അലങ്കരിച്ചിരുന്നു. പ്രധാനപ്പെട്ട കവലകളിൽ സ്വർണാലങ്കൃതമായ കവാടങ്ങളുണ്ടായിരുന്നു. കവാടങ്ങളുടെ ഇരുഭാഗത്തും സ്വർണം കൊണ്ടുള്ള ജലപാത്രങ്ങളും. ഈ മനോഹരമായ അലങ്കാരങ്ങൾ നഗരത്തിൻ്റെ ഐശ്വര്യത്തെ മഹത്തരമാക്കി. ഈ മഹത്തായ ചടങ്ങിൽ പങ്കുകൊണ്ട് നഗരവാസികൾ മുഴുവൻ സർവാഭരണ വിഭൂഷിതരായി നിറമുള്ള പുതുവസ്ത്രങ്ങളും പൂമാലകളും അണിഞ്ഞ് സുഗന്ധവസ്തുക്കൾ പൂശി അവിടവിടെ കൂട്ടം കൂടിയിരുന്നു. പ്രകാര ശൃംഗങ്ങളിലും ഭിത്തികളിലും സ്തംഭങ്ങളിലും തറയിലും വാതായനങ്ങളുടെയും ജനാലകളുടെയും ചുറ്റുവട്ടത്തുമൊക്കെ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ദീപങ്ങൾ തെളിയിച്ച് ഓരോ ഗൃഹവും പ്രകാശപൂർണമാക്കിയിരുന്നു. ദൂരെ കാഴ്ചയ്ക്കു ദീപങ്ങളിൽ നിന്നുള്ള രശ്മികൾ ദീപാവലി മഹോത്സവത്തിൻ്റെ പ്രതീതിയുളവാക്കി. ഭവനങ്ങളുടെ ഭിത്തികളിൽ സുഗന്ധധൂപങ്ങൾ പുകഞ്ഞിരുന്നു. അന്തരീക്ഷമാകെ ഹൃദ്യമാകുമാറ് അവയിൽ നിന്നു ധൂമപ്രസരം വഴിഞ്ഞൊഴുകുകയും ചെയ്തു. വീടുകളുടെ ഭിത്തികളിൽ ധൂപം കത്തിച്ചു വച്ചിരുന്നതിൽ നിന്നുയരുന്ന പുക ജനാലുകളിലൂടെ ഉയർന്നു അന്തരീക്ഷമാകെ വളരെ ഹൃദ്യമാക്കി തീർത്തു. വീടുകളുടെ മുകളിൽ കൊടികൾ പാറിപ്പറന്നിരുന്നു. മേൽക്കൂരകളിൽ വച്ചിരുന്ന സുവർണ ജലകുംഭങ്ങൾ മിന്നിത്തിളങ്ങിയിരുന്നു. ഇപ്രകാരം ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ നഗരത്തിൽ പ്രവേശിച്ചു. ഹൃദ്യമായ അന്തരീക്ഷം ആസ്വദിച്ചുകൊണ്ടു സാവധാനം മുന്നോട്ടു നീങ്ങി. ഭഗവാൻ കൃഷ്ണൻ എന്ന ദർശനയോഗ്യനായ ഒരേയൊരു വ്യക്തി വീഥിയിലൂടെ കടന്നു പോകുന്നു എന്നു കേട്ട് വീടുകളിലുള്ള പെൺകിടാങ്ങൾ സർവഥാ പ്രസിദ്ധനായ അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ ആവേശം കൊണ്ടു. അദ്ദേഹത്തെ കാണാനുള്ള ആവേശം കൊണ്ട് അവരുടെ മുടിക്കെട്ടഴിഞ്ഞു, അവരുടെ ഉൾവസ്ത്രങ്ങൾ അയഞ്ഞു, വീട്ടുജോലികൾ ഇട്ടെറിഞ്ഞു. ഭർത്താവുമൊത്തു കിടക്കയിൽ ശയിച്ചിരുന്നവർ ഭർത്താക്കന്മാരെ വിട്ട് ഭഗവാൻ കൃഷ്ണനെ കാണാൻ നേരെ തെരുവിലെത്തി. ചതുരംഗപ്പടയുടെ ഘോഷയാത്ര തിരക്കേറിയതായിരുന്നു.
ജനക്കൂട്ടം മൂലം വേണ്ട പോലെ കാണാൻ കഴിയാത്തവർ പുരമുകളിൽ സ്ഥാനം പിടിച്ചു. ആയിരക്കണക്കിനു ഭാര്യമാരുമൊത്തു നടന്നു നീങ്ങുന്ന ഭഗവാൻ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞതിൽ അവർ സന്തുഷ്ടരായി. അവർ ഘോഷയാത്രയുടെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. മനസ്സുകൊണ്ടു കൃഷ്ണനെ ആലിംഗനം ചെയ്തു ഹൃദ്യമായി സ്വീകരിച്ചു. അനേകം ജ്യോതിർഗോളങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനെപ്പോലെ ആയിരക്കണക്കിനു റാണിമാരുടെ മധ്യത്തിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ പരസ്പരം സംഭാഷണം തുടങ്ങി. ഒരു പെൺകുട്ടി മറ്റൊരു ഗോപിയോട് പറഞ്ഞു, കൃഷ്ണന്റെ കടക്കൺ വിലാസവും മന്ദസ്മിതവും സദാ ആസ്വദിക്കാൻ എന്തു പുണ്യകർമ്മങ്ങളാണു ഈ റാണിമാർ ചെയ്തിട്ടുള്ളതെന്നു ഊഹിക്കാൻ പോലും പ്രയാസമാണ്. ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം തെരുവീഥിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അദ്ദേഹത്തെ നഗരത്തിലേക്കു സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടെ പലയിടത്തുവച്ചും സമ്പന്നരും ബഹുമാന്യരും പാപവിമുക്തരുമായ പൗരജനങ്ങൾ മംഗളകരമായ വസ്തുക്കൾ അദ്ദേഹത്തിനു തിരുമുൽക്കാഴ്ചയായി അർപ്പിച്ചു. ഇങ്ങനെ അവർ അദ്ദേഹത്തെ വിനീതദാസന്മാരായി പൂജിച്ചു. ഭഗവാൻ കൃഷ്ണൻ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദർശന മാത്രയിൽ തന്നെ സ്ത്രീജനങ്ങൾ ഒന്നടങ്കം വാത്സല്യാതിരേകത്താൽ ആകുലചിത്തരായി. തിളങ്ങുന്ന കണ്ണുകളിലൂടെ തങ്ങളുടെ പ്രേമവാത്സല്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ സ്വീകരിച്ചു. മന്ദഹാസപൂർവം അവരുടെ വികാരങ്ങളും സ്വീകരണവും അദ്ദേഹം കൈക്കൊണ്ടു. തന്റെ അനന്തരവനും പരമപുരുഷനുമായ കൃഷ്ണനെ കണ്ട പാണ്ഡവ മാതാവായ കുന്തിക്കു സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടു വീർപ്പുമുട്ടി. ഉടനെ കട്ടിലിൽ നിന്നെഴുന്നേറ്റ് പുത്രവധുവായ ദ്രൗപദിയുമൊത്ത് അദ്ദേഹത്തിന്റെ മുന്നിലെത്തി മാതൃവാത്സല്യത്തോടെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. കൃഷ്ണനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നതോടെ അദ്ദേഹത്തെ വേണ്ടവിധം സ്വീകരിച്ചു പൂജിക്കാൻ എന്താണു ചെയ്യേണ്ടതെന്നു പോലും അറിയാതെ യുധിഷ്ഠിരൻ ആഹ്ലാദാവേശത്താൽ ആകുലനായി പോയി. ഭഗവാൻ കൃഷ്ണൻ ആഹ്ലാദപൂർവം കുന്തിക്കും മറ്റു മുതിർന്ന സ്ത്രീകൾക്കും സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. ദ്രൗപദിയോടൊപ്പം ഭഗവാന്റെ അനുജത്തി സുഭദ്രയുമുണ്ടായിരുന്നു. അവരിരുവരും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാദരം പ്രണമിച്ചു. ശ്വശ്രുവിന്റെ നിർദ്ദേശമനുസരിച്ച് ദ്രൗപദി വസ്ത്രങ്ങളും ആഭരണങ്ങളും പുഷ്പമാല്യങ്ങളും കൊണ്ടുവന്നു. ഈ വക അനുസാരികളുമായി അവർ രുക്മിണി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, ലക്ഷ്മണ, സത്യ എന്നീ റാണിമാരെ സ്വീകരിച്ചു. ഇവർ കൃഷ്ണന്റെ മുഖ്യ പത്നിമാരാണ്. അതുകൊണ്ടാണ് ആദ്യം അവർക്കു സ്വീകരണം നൽകിയത്. തുടർന്ന് മറ്റു റാണിമാരെയും വഴിയാം വണ്ണം സ്വീകരിച്ചു. യുധിഷ്ഠിരൻ കൃഷ്ണനു വിശ്രമിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമെത്തിയ റാണിമാർ, മന്ത്രിമാർ, കാര്യദർശികൾ തുടങ്ങിയവരുടെയും സുഖസൗകര്യങ്ങൾ ഉറപ്പുവരുത്തി. പാണ്ഡവരുടെ അതിഥികളായി താമസിക്കുന്നിടത്തോളം കാലം എന്നും പുതിയ പുതിയ സ്വീകരണ രീതികൾ അവർക്ക് അനുഭവപ്പെടാൻ വേണ്ട ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തു. അർജുനന്റെ സഹായത്തോടുകൂടി ഈ കാലയളവിലാണ് അഗ്നിദേവന്റെ സംതൃപ്തിക്കു വേണ്ടി ഭഗവാൻ ഖാണ്ഡവ വനം വിഴുങ്ങാൻ അഗ്നിക്കു അനുവാദം നൽകിയത്. അന്നു ആ വനത്തിൽ ഒളിച്ചു താമസിച്ചിരുന്ന മയാസുരനെ ആ കാട്ടുതീയിൽ നിന്നു കൃഷ്ണൻ രക്ഷിച്ചു. പാണ്ഡവരോടും ഭഗവാൻ കൃഷ്ണനോടുമുള്ള കടപ്പാടു തീർക്കാൻ വേണ്ടിയാണ് ഹസ്തിനപുരം നഗരത്തിൽ തന്നെ അത്ഭുതകരമായ ഒരു സഭാമണ്ഡപം മായാസുരൻ നിർമ്മിച്ചു കൊടുത്തത്. ഇപ്രകാരം രാജാ യുധിഷ്ഠിരന്റെ പ്രീതിക്കു വേണ്ടി ഭഗവാൻ കൃഷ്ണൻ മാസങ്ങളോളം ഹസ്തിനപുരത്തിൽ പാർത്തു. ആ ദിവസങ്ങളിൽ അദ്ദേഹം പലയിടത്തും ചുറ്റിക്കറങ്ങിയിരുന്നു.
അർജുനനുമൊത്ത് നടത്തിയിരുന്ന രഥയാത്രകളിൽ അനേകം യുദ്ധവീരന്മാരും പടയാളികളും അദ്ദേഹത്തിനു അകമ്പടി സേവിക്കുകയും ചെയ്തിരുന്നു. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എന്ന 70-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.